ദേ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു കേക്ക് ബോർഡായിട്ടാണ്. ഈ ഒരു കേക്ക് ബോർഡിൻ്റെ സൈഡെല്ലാം ഇതേപോലെ ഇങ്ങനെ സ്കാലോപ്പ് പോലെ ഒരു ഡിസൈനാണുള്ളത്. ഇനിയിപ്പോൾ അങ്ങനത്തെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു വളഞ്ഞിരിക്കണോടത്തെല്ലാം ഒന്ന് കട്ടിട്ട് കൊടുത്തിട്ട് നമ്മുടെ വുളൻ ത്രെഡ് എടുത്തിട്ട് ഇതാ ഇങ്ങനെ ക്രോസ് ആയിട്ടൊന്ന് ഇത് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് നമ്മുടെ നോർമൽ സൂചി ഉണ്ടല്ലോ, ഇപ്പം എൻ്റെ കയ്യിലൊരു പ്ലാസ്റ്റിക് സൂചിയാണ്, പക്ഷേ ഈ ഒരു വുളൻ ത്രെഡൊക്കെ കയറുന്ന ടൈപ്പ് ഓഫ് നമ്മുടെ നോർമൽ സൂചി എടുത്തിട്ട് ഒരെണ്ണത്തിൽ കയറ്റുക, അടിയിൽ കൂടെ ഇറക്കുക, അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് കയറ്റി ഇറക്കി കയറ്റി ഇറക്കി ഒന്നടവിട്ട് നമ്മൾ ചെയ്യില്ലേ, അതേപോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കോർത്ത് കൊടുക്കുക. ആദ്യത്തെ ഒരു 4-5 ലെയർ ഒന്നും ഒരു ഡിസൈനും നമുക്കുള്ളതായിട്ട് തോന്നില്ല, പക്ഷേ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിരിക്കണം. ഒരു 5-6 ലെയറൊക്കെ കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് നമുക്കൊരു ഡിസൈൻ ഫോം ചെയ്യുന്നത് മനസ്സിലാവും. ഇത് കണ്ടില്ലേ, അറൗണ്ട് ഒരു 10-12 റൗണ്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പുതിയൊരു ഡിസൈനിന് വേണ്ടിയിട്ട് ഇതേപോലെ ഫ്രണ്ടിലത്തെ ത്രെഡിനകത്ത് കൂടെ കയറ്റി ഇറക്കുകയാണ് ചെയ്യുന്നത്. മുന്നേ നമ്മൾ ചെയ്തതുപോലല്ല. അതൊന്ന് നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് പോസ് ആക്കിയിട്ട് 1-2 വട്ടം കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയായിരുന്നു. 1-2 നൂലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കയറ്റി ഇറക്കാനൊക്കെ വിട്ടുപോയി. ഞാൻ ടി വി ഒക്കെ കണ്ട് ലയിച്ചിരുന്നത് കൊണ്ടാണ്. അപ്പോൾ അവിടെ ചെറിയ മിസ്റ്റേക്ക് പറ്റിയത്, ചെറിയൊരു ഗ്യാപ്പ് വന്നു. പിന്നെ ഞാൻ ഈ എടുത്ത വുളൻ ത്രെഡ് എന്ന് പറയുന്നത് ഒരുമാതിരി വലിച്ചു കഴിഞ്ഞാൽ ഇലാസ്റ്റിക് പോലത്തെ ഒരു ടൈപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ചൊങ്ങിപ്പോയി. അതൊരു രസമായില്ല ഡിസൈനൊന്നും. പിന്നെ രണ്ടാമത് ഞാൻ നോർമൽ വുളൻ ത്രെഡ് വെച്ചിട്ട് ചെയ്തു. ഈ ഒരു ഡിസൈൻ വരുമ്പോൾ എല്ലാ ത്രെഡിനകത്തൂടെയും കയറ്റി ഇങ്ങനെ ടൈ ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ വട്ടം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കുറേ സ്ഥലങ്ങളിലൊക്കെ എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കുറച്ചുകൂടെ ഒന്ന് ലുക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡ്സിൽ കുറച്ചൊന്ന് ടസൽ പോലെ കെട്ടിക്കൊടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ അത് കെട്ടിക്കൊടുത്തോണ്ടിരിക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ ഇത് ഫുള്ളായിട്ട് എന്നാൽ കെട്ടിക്കൊടുക്കണ്ട, ഒരു സൈഡ് മാത്രം കെട്ടിക്കൊടുക്കാം, ഒരു വോൾ ഡെക്കർ ആക്കി നോക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഞാൻ കുറച്ച് മാത്രമേ ഇതേപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡെല്ലാം ഒന്നും കൂടെ ഒന്ന് മാസ്കിംഗ് ടൈപ്പൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്ത് എല്ലാം ഊരി എടുത്ത് മാറ്റുമ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ആ താഴ്ഭാഗത്തുള്ള ഒരു ഹാങ്ങിങ് കൊടുത്തത് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ മൈൻഡിൽ അത് വോൾ ഹാങ്ങിങ് ആയിട്ട് വർക്കൗട്ട് ആവില്ല എന്ന് തോന്നി കേട്ടോ. അങ്ങനെ പിന്നെ കുത്തിയിരുന്ന് ഓരോന്നും ഞാൻ അഴിച്ചെടുത്തു. ഇത് നമുക്കൊരു ടേബിൾ കോസ്റ്റർ ആയിട്ടോ അല്ലെങ്കിൽ വെയ്സ് ഒക്കെ വെക്കാനോ അല്ലെങ്കിൽ ഇതേമാതിരി ഓരോ ക്യാൻഡിലൊക്കെ കത്തിച്ചൊക്കെ വെക്കാൻ കൊള്ളാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.